ഹായ് കൂട്ടുകാരെ, ഇത് കോഴിയുടെ മാങ്ങ, ഇത് കോഴിയുടെ ലിവർ. ഞങ്ങൾ പറയണത് മാങ്ങ എന്ന് പറയുന്ന ഭാഷയാണ് പറഞ്ഞത്. കോഴിയുടെ മാങ്ങയും കോഴിയുടെ ലിവറും. ഇത് നമുക്ക് നേരാക്കാം. ഇത് കോഴിയുടെ തീറ്റയാണ്. ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ചോര ഉണ്ടാവുകയെ. ഇത് ചെറുതായിട്ട് നുറുക്കുക. നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ തീറ്റ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് പോകുന്നവരെ കഴുകണം. നമുക്ക് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാം. ഇനി ചട്ടി നന്നായിട്ട് കാഞ്ഞ് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഈ ഉള്ളി ഇടാതില്. ഈ ഉള്ളിയുടെ കൂടെ രണ്ട് പച്ചമുളക് അരിഞ്ഞിടാം, കീറിയിടാം. 4 കീറിയിടുക. അങ്ങനെ വെയിലില്ലല്ലോ ഈ സമയത്ത്, വെള്ളത്താണല്ലോ. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും ഇടാം. എന്താ ഈ ഉള്ളി നന്നായിട്ട് വാടി. ഇനി നമുക്കിതിൽ തക്കാളി ഇടാം. തക്കാളി ഇട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് കൂട്ടി ഇങ്ങനെ വെക്കുക.
കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂടി വെക്കുക. ഇനി നമുക്കിത് തുറന്നു നോക്കിയിട്ട് മസാല ഇടാനായോ നോക്കാം. ആയിക്കണം, മസാല ഇടാൻ ആയിക്കണം. ഇനി നമുക്കിതിൽ മസാല ഇടാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് തക്കാളി മൂടി വെച്ചത്, തക്കാളി കണ്ടില്ലേ നല്ല വെന്ത് ഉടഞ്ഞ്, അതിനാണ് മൂടി വെക്കുന്നത്. ഇനി നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ തക്കാളിയുടെ കഷ്ണം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ കഴുകി വെച്ച ലിവർ ഇതിൽ കൊട്ടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് മസാലയിൽ കിടന്ന് ഒന്ന് വാടട്ട്, മൂടി വെക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇതൊന്ന് നന്നായി ആ കളർ മാറി. ഇനി നമുക്ക് ഒരു വെള്ളം ഒഴിക്കാം. നല്ല വേകട്ടെ. ഇതിപ്പോ നല്ല വേകാൻ വേണ്ടിയിട്ട് ചിലവർക്ക് ആ വേവ് വേണ്ട, ചിലവർക്ക് നല്ല വേകണം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ ഇത്രയും വെള്ളം ഒഴിച്ച് ഇനി ഇത് നല്ല വറ്റിച്ചിട്ടെടുക്കുക. നല്ല തിളച്ചിക്കണ്. ഇനി നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പിടാം. ഇനി മൂടി വെക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. നല്ല വേകട്ടെ. റെഡിയായോ നോക്കാം. ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിങ്ങനെ വെക്കുമ്പോൾ എണ്ണ മേലെ തെളിഞ്ഞ് വരും. അപ്പോൾ അത് ലിവർ റോസ്റ്റ് റെഡിയായി.